सहनाववतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ॐ शान्ति शान्ति शान्तिः। ॐ नमो ब्रह्मादिभ्यो ब्रह्मविद्या संवृताय कर्तृभ्यो वंशऋषिभ्यो महद्भ्यो नमो गुरुभ्यः। सर्वोपप्लवरहितः प्रज्ञानघनः प्रत्यगर्तो ब्रह्मैवाहमस्मि। ॐ पूर्णमदः पूर्णमिदं पूर्णात् पूर्णमुदच्यते पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यते। ॐ शान्ति शान्ति शान्तिः। हरिः ओम् श्रीगुरुभ्यो नमः। हरिः ओम्. എല്ലാവരും പ്രാർത്ഥനയോടെ ഇരിക്കുക. നമ്മൾ ശാഖല്യ ബ്രാഹ്മണത്തിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗത്തിലേക്ക് പ്രവേശിക്കുകയാണ്. യാജ്ഞവൽക്യ മഹർഷിയുടെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് തുടങ്ങാം. ശാഖല്യ ബ്രാഹ്മണം 26ാമത്തെ മന്ത്രം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യോ. കസ്മിന്നു ത്വം ച ആത്മാ ച പ്രതിഷ്ഠൗ സ്ത ഇതി പ്രാണ ഇതി കസ്മിന്നു പ്രാണഃ പ്രതിഷ്ഠിത ഇതി അപാന ഇതി കസ്മിന്നു അപാനഃ പ്രതിഷ്ഠിത ഇതി വ്യാന ഇതി കസ്മിന്നു വ്യാനഃ പ്രതിഷ്ഠിത ഇതി ഉദാന ഇതി കസ്മിന്നുദാനഃ പ്രതിഷ്ഠിത ഇതി സമാന ഇതി. ശ്രുതിരുവാച സഹ ഏഷ നേതി നേതി ആത്മാ അഗൃഹ്യോ നഹി ഗൃഹ്യതേ അശീര്യോ നഹി ശീര്യതേ അസംഗോ നഹി സജ്ജതേ അസിതോ ന വദതേ ന രിക്ഷ്യതി. ഏതാനി അഷ്ട അവയവതാനി അഷ്ടൗ ലോകാഃ അഷ്ടൗ ദേവാഃ അഷ്ടൗ പുരുഷാഃ സ യസ്താൻ പുരുഷാൻ നിരുഹ്യ പ്രത്യുഹ്യ അത്യക്രമാദ് തം ത്വ ഔപനിഷദം പുരുഷം പൃച്ഛാമി തം ചേത് മേ ന വിവക്ഷ്യസി മൂർധാദേ വിപദിക്ഷ്യതി ഇതി തം ഹനമേനെ ശാഖല്യഃ തസ്യഃ മൂർധാ വിപപാത അഭിഹ അസ്യ പരിമോഷിണഃ അസ്തീൻ അപാജഗൃഹു അന്യത് മന്യമാനാഃ. യാജ്ഞവൽക്യ മഹർഷി ശാഖല്യനെ നമ്മൾ തൊട്ട് മുമ്പത്തെ മന്ത്രത്തിൽ കണ്ടു. ഒരു മുന്നറിയിപ്പ് കൊടുക്കുന്നതായിട്ട് കണ്ടു. ഏത് മന്ത്രമായിരുന്നു? 25ാമത്തെ മന്ത്രം. അഹല്ലികാ ഇതി അല്ലേ? അതായത് ശാഖല്യ, നീ സൂക്ഷിച്ചോണം, നിന്നെ തമസ് ബാധിച്ചിരിക്കുകയാണ്. എന്തിന്റെ തമസ്? നമ്മളവിടെ ചർച്ച ചെയ്തിരുന്നു. ലോകേഷണ വിത്തേഷണ എന്ന അന്ധകാരം നിന്നെ ബാധിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് തൊട്ടു മുമ്പ് അക്ഷരബ്രാഹ്മണത്തിൽ ഗാർഗി മുന്നറിയിപ്പ് നൽകിയിട്ടും അത് കേൾക്കാണ്ട് ശാഖല്യൻ ഗർവത്തോടുകൂടി യാജ്ഞവൽക്യ മഹർഷിയോട് എതിർക്കുവാൻ വരുന്നത്. അപ്പം അത് ഒരു ഉപദേശം അനന്തരം ശാഖല്യൻ ഗർവം കുറയാണ്ട് ശാഖല്യൻ വീണ്ടും പ്രശ്നവുമായിട്ട് വരുന്നതാണ് ഷഡ്വിംശതി മന്ത്രം, 26ാമത്തെ മന്ത്രം. അതില് ശാഖല്യന്റെ ചോദ്യമാണ്. അപ്പൊ നമ്മുടെ മനസ്സിൽ ആ സഭാമണ്ഡപം ഉണ്ടായിരിക്കണം. വളരെ
നാടകീയമായ രംഗങ്ങളാണ്. ദയവായി നിങ്ങൾ മന്ത്രത്തിൽ മാത്രം ശ്രദ്ധിക്കുക. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അതിന് ശേഷം ചോദിക്കുക. കസ്മിന്നു ത്വം ച ആത്മാ ച പ്രതിഷ്ഠിതോ സ്ത ഇതി. അവിടെ ആത്മാ എന്ന വാക്കിന്റെ അർത്ഥം സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം. ശാഖല്യൻ പൂർവപക്ഷിയായിട്ട് ചോദ്യകർത്താവായി നിൽക്കുന്നു. യാജ്ഞവൽക്യ മഹർഷി സിദ്ധാന്തിയായിട്ട് ഉത്തരം പറയുന്ന പ്രതിനിധിയായിട്ട് നിൽക്കുകയാണ്. ശാഖല്യൻ ചോദിക്കുന്നു, എന്നെ അങ്ങ് പറഞ്ഞല്ലോ എല്ലാവരുടെയും കൊടിലാക്കുവാണ് ഞാന് എന്നല്ല, അങ്ങ് എന്നെ പരിഹസിച്ചല്ലോ. അപ്പോൾ ശാഖല്യൻ അടുത്ത് ചോദിക്കുകയാണ്, ഈ സ്ഥൂല സൂക്ഷ്മ ശരീരങ്ങൾ ആരെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്? അപ്പം യാജ്ഞവൽക്യ മഹർഷി പഞ്ചപ്രാണ വിവേകം അവിടെ ഉപദേശിക്കുകയാണ്. പ്രാണനെ ആശ്രയിച്ച് നമ്മുടെ ശരീരത്തിൽ നിന്നും പ്രാണൻ ഉത്ക്രമിച്ചാൽ പോയി കഴിഞ്ഞാൽ പിന്നെ ജഡമാകും. അപ്പോൾ പ്രാണനെ ആശ്രയിച്ചാണ് ശരീരം നിലനിൽക്കുന്നത്. ശരീരത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്നത്, അല്ലെ? മനസ്സ് പ്രവർത്തിക്കുന്നത്, ബുദ്ധി പ്രവർത്തിക്കുന്നത്, അല്ലെ? 10 ഇന്ദ്രിയങ്ങളും പ്രവർത്തിക്കുന്നത്, ശരീരത്തിന്റെ സർവ അപജയങ്ങളും നടക്കുന്നത്, അല്ലെ? സർവ വ്യവഹാരവും നടക്കുന്നത് പ്രാണനെ ആശ്രയിച്ചാണ്. പരമാത്മാവ് പ്രാണരൂപത്തിൽ അല്ലെങ്കിൽ വായുരൂപത്തിൽ കുടികൊള്ളുന്നത് കൊണ്ടാണ് ഈ സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം നിലനിൽക്കുന്നത്. അപ്പൊ എന്തിനെ ആശ്രയിച്ചെന്ന് ചോദ്യം. യാജ്ഞവൽക്യ മഹർഷി അതിന് വ്യക്തമായി ഉത്തരം പറഞ്ഞു, പഞ്ചപ്രാണനെ ആശ്രയിച്ചാണ്. നമുക്ക് തന്നെ അറിയാം, ഉച്ഛ്വാസ നിശ്വാസം ആരാണ്? പ്രാണന്റെ ധർമ്മമാണ്. പ്രാണൻ പോയാൽ പിന്നെ ഉച്ഛ്വാസ നിശ്വാസം നടക്കില്ല. വിസർജനം, അല്ലെ? 10 ദിവസം വിസർജനം, 10 വേണ്ട, 2-3 ദിവസം മതി. വിസർജനേന്ദ്രിയം പ്രവർത്തിച്ചില്ലെങ്കിൽ നമ്മുടെ അവസ്ഥ എന്ത്? അതാരാണ്? അപാനനെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. പിന്നെ രക്തചംക്രമണം നടക്കുന്നു, അല്ലെ? ഹൃദയം, ഹാർട്ട് പമ്പ് ചെയ്യുന്നതുകൊണ്ടല്ലേ. അതിലൊരു ബ്ലോക്ക് വന്നാൽ തീർന്നു. അപ്പൊ ആരാണ് അത് ചെയ്യുന്നത്? വ്യാനൻ എന്ന ഭാവത്തിൽ പരമാത്മാവ് തന്നെയാണ് അതും ചെയ്യുന്നത്. പിന്നെ അടുത്തത് എന്താണ്? ഉത്ക്രമണം ചെയ്യുന്നത്. സൂക്ഷ്മ ശരീരത്തിലാണ് ഉദാനൻ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് ഉദാനൻ നമ്മൾ മരിക്കുമ്പോൾ മാത്രം നമ്മുടെ പ്രാണനെ ശരീരത്തിൽ നിന്നും പുറന്തള്ളുക മാത്രമല്ല ചെയ്യുന്നത്. എന്താണ് ഉദാനൻ ചെയ്യുന്നത്? ചിന്ത, അറിവ്, അതായത് മനസ്സിനെ പ്രവർത്തിപ്പിക്കുക, ബുദ്ധിയെ പ്രവർത്തിപ്പിക്കുക ഇത്യാദി ധർമ്മങ്ങളും ചെയ്യുന്നത് ഭഗവാന്റെ ഉദാന ഭാവമാണ്. അടുത്തത് ദഹനം, അല്ലെ? നമുക്ക് ആഹാരമില്ലെങ്കിൽ നമുക്കറിയാം. നമ്മുടെ ശ്വേതകേതുവിനെ ഓർത്താൽ മതി. 15 ദിവസം പട്ടിണി കിടന്നപ്പോൾ 12 വർഷം ഗുരുകുലത്തിൽ പഠിച്ചത് മുഴുവൻ നശിച്ചുപോയി, നഷ്ടപ്പെട്ടു പോയി, എല്ലാം മറന്നുപോയി. വെറും 2 ആഴ്ച പട്ടിണി കിടന്നപ്പോൾ 12 വർഷം പഠിച്ചതാണെന്ന് ഓർക്കണം. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ അന്നപാനീയങ്ങൾ ഇല്ലെങ്കിലും സൂക്ഷ്മ ശരീരം പ്രവർത്തിക്കില്ല. ആദ്യം സൂക്ഷ്മ ശരീരം പ്രവർത്തിക്കേണ്ടത്, അതായത് ചിന്തിക്കാൻ പറ്റാണ്ടാവും. പിന്നെ പതിയെ 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 ശരീരവും പ്രവർത്തിക്കേണ്ടത്. അങ്ങനെ ഈ ഭഗവാന്റെ തന്നെ 5 ഭാവങ്ങളാണ് പഞ്ചപ്രാണൻ. അതാണ് സ്ഥൂല ശരീരത്തിനെ, സൂക്ഷ്മ ശരീരത്തിനെ നിലനിർത്തുന്നത് ശാഖല്യ എന്ന് പറഞ്ഞു. ഇനി അടുത്ത ഭാഗം, നമ്മള് അവിടെ വരെ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു എല്ലാവരും. അടുത്ത ഭാഗം ശ്രുതി രുവാച. അവിടെ മുതൽ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ഭാഗം മുതൽ ശ്രദ്ധിക്കുക, പ്രാർത്ഥനയോടെ ഇരിക്കുക. ശ്രുതി മാതാവ്. ഇത്രയും കേട്ടതിന് ശേഷം ശാഖല്യൻ യാജ്ഞവൽക്യ മഹർഷിയോട് ചോദ്യം ചോദിച്ചു. ഞാൻ വീണ്ടും പറയുന്നു, ഒരു നമ്മുടെ മനസ്സിൽ ആ കഥാപാത്രങ്ങൾ ഉണ്ടാകണം, എങ്കിലേ ഇത് ഉറക്കുള്ളൂ. ശാഖല്യൻ ചോദിക്കുന്നു, യാജ്ഞവൽക്യ മഹർഷി പഞ്ചപ്രാണ വിവേക പ്രകരണം പറഞ്ഞു കൊടുക്കുന്നു, അല്ലെങ്കിൽ ഉപദേശിച്ചു കൊടുക്കുന്നു. അതിനുശേഷം ശാഖല്യൻ ഒരു മറുപടിയും പറയുന്നില്ല. ഈ ഉത്തരം കേട്ടു. സാധാരണ എങ്ങനെയായിരുന്നു? ഓം ഇതിഹോ വാച, അല്ലെങ്കിൽ ഏവമേവമേതത് യാജ്ഞവൽക്യ എന്നൊക്കെ നമ്മൾ കണ്ടു. ശരി ശരി, ഞാൻ അങ്ങയുടെ ഉത്തരത്തെ അംഗീകരിക്കുന്നു എന്നുള്ള പ്രസ്താവനകൾ നമ്മൾ കണ്ടു. പക്ഷെ ഇവിടെ നോക്കൂ, ഒന്നും മിണ്ടാണ്ട് കുത്തിരിക്കാണ് ശാഖല്യൻ. അപ്പൊ എന്ത് ചെയ്യുന്നു? യാജ്ഞവൽക്യ മഹർഷിയെ ഒന്നും മിണ്ടുന്നില്ല. ശ്രുതി മാതാവ് നമ്മളോടായി പറയുകയാണ്, ആ സഭാമണ്ഡപത്തിൽ സാക്ഷിയായി നിന്നുകൊണ്ട്, അല്ലെ? പരമാത്മാവ് തന്നെ. ശ്രുതി ആരാണ്? ഭഗവാൻ തന്നെ, അല്ലെ?
ഭഗവാൻ നാരായണനിൽ നിന്ന് നമുക്കറിയാം ആ ശ്രുതിയുടെ ഉത്ഭവമൊക്കെ. അപ്പോൾ ആ സാക്ഷിയായി ആ സഭാമണ്ഡപത്തിൽ പരമാത്മാവ് തന്നെയുണ്ട്. ആ പരമാത്മാവാണ് നമ്മളോട് ഇനി സംസാരിക്കാൻ പോകുന്നത്. അതിവിടെ ശ്രുതിരുവാച, അല്ലെ ഉപനിഷത്ത് ഉവാച എന്നും പറയാം കേട്ടോ, അതും തെറ്റില്ല. ഉപനിഷത്ത് നമ്മളോടായി പറയുകയാണ് അടുത്ത ഭാഗങ്ങൾ. ശരിക്കും നമ്മൾ ഇവിടെ ഗുരുകുലത്തിൽ ആശ്രമത്തിൽ ഇത് പഠിച്ചപ്പോൾ എങ്ങനെയാ പഠിച്ചെന്ന് പറഞ്ഞാൽ, ഈ രണ്ടാമത്തെ ഭാഗമില്ലേ, അതായത് ശ്രുതിരുവാച നമ്മളെ ബ്രാക്കറ്റിൽ ഇട്ടില്ലേ, സയേഷ നേതി നേതി ആത്മാ അഗ്രഹ്യോ നഹി ഗൃഹ്യത, അത് ലാസ്റ്റാണ് പഠിച്ചത്. അതായത് 26ാമത്തെ മന്ത്രത്തിന്റെ ലാസ്റ്റാണ് അത് പഠിച്ചത്. പക്ഷെ മിഡിലാണ് മന്ത്രത്തിന്റെ ഘടനയിൽ അത് ചേർത്ത് വെച്ചിരിക്കുന്നത്, മധ്യഭാഗത്തായിട്ടാണ്. നമ്മൾ അവസാനമാണ് അത് പഠിക്കുന്നത്. അതുകൊണ്ട് നമുക്കും ആ ഒരു സമ്പ്രദായം തന്നെ തുടരാം. അതിനുശേഷം തേർഡ് ഭാഗമില്ലേ, നമ്മൾ 3ആയിട്ട് മന്ത്രത്തിനെ ഡിവൈഡ് ചെയ്തില്ലേ. അപ്പൊ 1ാമത്തെ പാർട്ട് നമ്മളിപ്പോ കണ്ടു, സെക്കൻഡ് പാർട്ട് അവിടെ ഹോൾഡ് ചെയ്ത് വെക്കുക. ഇനി തേർഡ് പാർട്ട് 3ാമത്തെ ഭാഗം എവിടെ മുതലാണ്? ഏതാനി അഷ്ട അവയവതാനി. മന്ത്രത്തിലേക്ക് ശ്രദ്ധിക്കുക. നിങ്ങൾ വേണമെങ്കിൽ ഭാഗം 1, 2, 3 പെൻസിൽ കൊണ്ട് എഴുതി വെച്ചോ, പിന്നീട് എളുപ്പത്തിന്. അപ്പൊ ഈ 3ാമത്തെ ഭാഗമാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. അത് കഴിഞ്ഞ് 2ാമത്തെ ഭാഗത്തിലേക്ക് പോകുന്നുള്ളൂ. കാരണം ശ്രുതി മാതാവ് ഈ നാടകീയമായ രംഗങ്ങളെല്ലാം കണ്ടിട്ട് നമ്മൾക്ക് ഉള്ള ഉപദേശമാണ് തരുന്നത്. നമ്മൾ ശാഖല്യനെ പോലെ ആകരുത് എന്ന് ഉപദേശിക്കുന്നതാണ് 2ാമത്തെ ഭാഗം. അതുകൊണ്ട് ഉപദേശം നമുക്ക് അവസാനം കാണാം. നമുക്ക് 3ാമത്തെ ഭാഗത്തിലേക്ക് വരാം. അത് യാജ്ഞവൽക്യ മഹർഷിയുടെ ഡയലോഗാണ്. ഏതാനി അഷ്ട അവയവതാനി അഷ്ടൗ ലോകാഃ അഷ്ടൗ ദേവാഃ അഷ്ടൗ പുരുഷാഃ സ യസ്താൻ പുരുഷാൻ നിരൂഹ്യ പ്രത്യുഹ്യ ഉത്ക്രമാത്. അവിടം വരെ യാജ്ഞവൽക്യ മഹർഷി പറയുകയാണ്. ഏതാനി, അവിടെ നമ്മൾ അധ്യാഹാരം ചെയ്യുക. യാജ്ഞവൽക്യ ഉവാച, യാജ്ഞവൽക്യ ഉവാച മന്ത്രത്തിലില്ല, മനനത്തിൽ മാത്രമേ ഉള്ളൂ, അധ്യാഹാരത്തിൽ മാത്രമേ ഉള്ളൂ. യാജ്ഞവൽക്യ ഉവാച, യാജ്ഞവൽക്യ ഉവാച ശാഖല്യഃ, അല്ലെങ്കിൽ യാജ്ഞവൽക്യ ശാഖല്യഃ ഉവാച, രണ്ടും ശരിയാണ്. യാജ്ഞവൽക്യ കോമ ശാഖല്യഃ ഉവാച. യാജ്ഞവൽക്യ മഹർഷി ശാഖല്യനോടായിക്കൊണ്ട് പറഞ്ഞു. എന്താണ് പറയുന്നത്? ഏതാനി അഷ്ട അവയവതാനി, അല്ലയോ ശാഖല്യ, ഏതാനി ഇവയാകുന്നു അഷ്ട, അഷ്ടന്ന് വെച്ചാൽ 8, അവയവതാനി അവയവങ്ങൾ എന്ന് വെച്ചാൽ അവിടെ എഴുതിക്കോളൂ. ഇവിടെ മൃഡാനന്ദ സ്വാമിജിയുടെ പുസ്തകത്തിൽ ആയതനാനി എന്നാണ്, പക്ഷെ മൂലമന്ത്രത്തില് അവയവതാനി എന്നാണ്. ഞാനിവിടെ സാധാരണ നമ്മൾ പഠിക്കുന്ന പുസ്തകങ്ങളൊക്കെ നോക്കി, ഗീതാ പ്രസ്, സംസ്കൃത പ്രസിദ്ധീകരണങ്ങളൊക്കെ ഉണ്ടല്ലോ, വാരണാസിയിൽ നിന്ന് വരുന്ന ചൗക്കമ്പായുടെ പബ്ലിക്കേഷൻ, ഗോരഖ്പൂറിന്റെ പബ്ലിക്കേഷൻ, അവിടെയൊക്കെ നോക്കി നമ്മൾ ആശ്രമത്തിൽ പഠിച്ചതും അവയവദാനി എന്ന് തന്നെയാണ്. അതിന്റെ അർത്ഥം എങ്ങനെയാണ്? അഷ്ടവിധ ഹിരണ്യഗർഭ ഉപാസന. നമ്മൾ പഠിച്ചില്ലേ, അഷ്ടവിധ ഹിരണ്യഗർഭ ഉപാസന. അതാണ് ഇവിടെ അഷ്ട അവയവദാനി എന്നതുകൊണ്ട് യാജ്ഞവൽക്യ മഹർഷി ഉദ്ദേശിക്കുന്നത്. അപ്പൊ അവിടെ ബ്രാക്കറ്റിൽ എഴുതിക്കോളൂ, ഏതാനി അഷ്ട അവയവദാനി എന്ന് വെച്ചാല് അഷ്ടവിധ ഹിരണ്യഗർഭ ഉപാസന. റെഫറൻസ് എന്ന് വല്ല എഴുതിയാൽ മതി. അല്ലെങ്കിൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? അഷ്ട അവയവദാനി എന്ന് വെച്ചാൽ അഷ്ടവിധ ഹിരണ്യഗർഭ ഉപാസന. അതെവിടെ പഠിച്ചു? 10 മുതൽ 17 വരെയുള്ള മന്ത്രം, അല്ലെ? 10 to 17 അഷ്ടവിധ ഹിരണ്യഗർഭ ഉപാസന. അതാണ് അഷ്ട അവയവദാനി. ഞാൻ അവിടെ നിന്നോട് 8 അവയവങ്ങളെ കുറിച്ച്, ഉപാസനയെ കുറിച്ച് 8 വിധത്തിൽ സൃഷ്ടികാരണത്തെ
ഉപാസിക്കേണ്ടത് ഞാൻ പറഞ്ഞു തന്നില്ലേ ശാഖല്യ, അതും. പിന്നെ അഷ്ടൗ ലോകാഹ, അതേതാണ്? സ്ഥിതി കാരണം അല്ലേ? നമ്മൾ പഠിച്ചില്ലേ വിഷ്ണു ഭാവത്തിൽ ഇരുന്നു കൊണ്ട്? അതെവിടെയാ പഠിച്ചത്? 1 മുതൽ 9 വരെയുള്ള മന്ത്രങ്ങളിൽ. അഷ്ടൗ ലോകാഹ, അഷ്ടൗ ദേവാഹ, അഷ്ടൗ പുരുഷാഹ, അത്രയും റെഫറൻസ് 1 to 9. മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ക്ഷമയോടെ ഇരിക്കുക. മനസ്സിലായില്ലെങ്കിൽ ക്ലാസ് കഴിഞ്ഞ് ചോദിക്കുക. ഞാനിവിടെ ഉണ്ടാകും 8:30 വരെ. നിങ്ങൾ ചോദിക്കുക. അഷ്ടാ അവയവദാനി 10 to 17. അതിനുശേഷം അഷ്ടൗ ലോകാഹ, അഷ്ടൗ ദേവാഹ, അഷ്ടൗ പുരുഷാഹ, 1 to 9 മന്ത്രം. 1 മുതൽ 9 വരെ ഞാൻ പറഞ്ഞില്ലേ ശാഖല്യ നിന്നോട് അല്ലേ? സ്ഥിതി കാരണം ഞാൻ പറഞ്ഞു. പിന്നെ ലയകാരണം, ഏകാദശ രുദ്ര, ദ്വാദശ ആദിത്യ, ഇന്ദ്രച്ച, വ്രജാവതിച്ച, അതെല്ലാം ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? അതാണ് ഈ ഉദ്ദേശിക്കുന്നത്. അഷ്ടൗ പുരുഷാഹ, ഇവിടെ പുരുഷാഹ എന്ന് വെച്ചാൽ ജീവാത്മാഹ. പുരുഷൻ എന്ന് വെച്ചാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത്, യാജ്ഞവൽക്യ മഹർഷി ഉദ്ദേശിക്കുന്നത് ജീവാത്മാവിനെയാണ്. അതായത് ജീവാത്മാവിന്റെ സൃഷ്ടി കാരണമാര് എന്ന് 17 വരെയുള്ള മന്ത്രങ്ങളിൽ ഞാൻ പറഞ്ഞു തന്നു. സ്ഥിതി കാരണം ഞാൻ പറഞ്ഞു തന്നു. ലയ കാരണം ഞാൻ പറഞ്ഞു തന്നു. 1 മുതൽ 9 വരെയുള്ള മന്ത്രങ്ങളിൽ. ഇത്രയും ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ശാകല്യ? അതിനുശേഷം പറയുന്നു സയസ്താൻ നിരൂഹ്യ പുരുഷാൻ, സയസ്താൻ പുരുഷാൻ നിരൂഹ്യ. നിരൂഹ്യ എന്ന വാക്കിന്റെ അർത്ഥം, മൃഡാനന്ദ സ്വാമിജിയുടെ പുസ്തകം എടുക്കുക 304, അവിടെ നിർവഹിച്ചെന്നാണ് അല്ലെ? ഇനി വേർഡ് ബൈ വേർഡിലേക്ക് വരിക എല്ലാവരും. അവിടെ നിർവഹിച്ചെന്നാണ് എന്ന് വെച്ചാല് ഉദ്ദേശിക്കുന്ന. നിരൂഹ്യ എന്ന വാക്കിന്റെ അർത്ഥം സൃഷ്ടി സ്ഥിതി ഭാവം നിർവഹിച്ചിട്ട്. നിർവഹിച്ചെന്ന് മാത്രമേ സ്വാമിജി എഴുതിയിട്ടുള്ളൂ. എന്തൊക്കെ നിർവഹിച്ചു? സൃഷ്ടിയും നിർവഹിച്ചു. അതെന്ത് നിർവഹിക്കാന്ന് വെച്ചാൽ ചെയ്യുക അല്ലെ? സൃഷ്ടിയെയും ഭഗവാൻ നടത്തിയിട്ട് അതിന് എങ്ങനെ? ഹിരണ്യഗർഭഭാവത്തിൽ, സൃഷ്ടിഭാവത്തില് പ്രപഞ്ച സൃഷ്ടാവായിരുന്നിട്ട് എല്ലാ ലോകങ്ങളെയും എല്ലാ ജീവികളെയും പുരുഷന്മാരെയും അല്ലെ സർവജീവാത്മാക്കളെയും എല്ലാം സൃഷ്ടിച്ചിട്ട് പിന്നെ എങ്ങനെയാണ് അതിനെ സ്ഥിതി ഭാവാഹ, സ്ഥിതിയും നിർവഹിച്ച്. അതാണ് നിർവഹിച്ചു എന്ന് വെച്ചാൽ സൃഷ്ടി നിർവഹണം. സംസ്കൃതത്തിൽ ഇങ്ങനെയാണ് സൃഷ്ടി നിർവഹണം, സ്ഥിതി നിർവഹണം. നിർവഹണം എന്ന് പറഞ്ഞാൽ സംസ്കൃത പദമാണ്. മലയാളത്തിലും അത് തന്നെ അർത്ഥം അല്ലെ? ടു ബി ഡൺ, അത് ചെയ്തിട്ട്. ആരാണത് ചെയ്യുന്നത്? പുരുഷാൻ. അവിടെ പുരുഷൻ എന്ന് വെച്ചാൽ പരമാത്മാൻ. രണ്ടാമത്തെ പുരുഷൻ ഉദ്ദേശിക്കുന്നത് പരമാത്മാവിനെയാണ്. ആര് ചെയ്യുന്നു ഇത്? പരമാത്മാവ്. സൃഷ്ടിയും നടത്തുന്നത് അവൻ തന്നെയാണ്, സ്ഥിതിയും ചെയ്യുന്നത് അവൻ തന്നെയാണെന്ന് ഞാൻ നിന്നോട് ഓൾറെഡി പറഞ്ഞതല്ലേ ശാഖല്യ? എന്നിട്ട് അത് മാത്രമല്ല, പ്രത്യുഖ്യം ലയ കാരണം. പ്രത്യുഖ എന്ന വാക്കിന്റെ അർത്ഥം ലയ നിർവഹണം. സ്വാമിജി എന്താ എഴുതിയിരിക്കുന്നത്? തന്നിൽ തന്നെ ഉപസംഹരിച്ചിട്ട് ലയം അല്ലെ? ഉപസംഹാരം എന്ന് വെച്ചാൽ ലയ. ലയ നിർവഹണം. ലയ പ്രത്യുഖ എന്ന വാക്കിന്റെ അർത്ഥം ലയ നിർവഹണം. ആര് ചെയ്യുന്നു? സയസ്താൻ പുരുഷൻ, ആ പരമാത്മാവ് തന്നെയാണ് ഞാൻ നിന്നോട് പറയുന്നു ശാഖല്യ. അതിനുശേഷം എന്ത് ചെയ്യുന്നു? പ്രത്യുഖ. അവിടെ വരെ നമ്മൾ കണ്ടു അല്ലെ? മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടെ പറയാം.
ഞാൻ നിന്നോട് ഓൾറെഡി പറഞ്ഞതാണ് ശാകല്യ, സൃഷ്ടിയും ചെയ്യുന്നത് സ്ഥിതിയും ചെയ്യുന്നത് പരമാത്മാവാണ് എന്ന് പറഞ്ഞതാണ്. അതാണ് സ യസ്താൻ പുരുഷാൻ നിരൂഹ്യ പ്രത്യുഹ ഉത്ക്രമാത്. പക്ഷെ എന്ത് ചെയ്യുന്നു? ഇതെല്ലാം ചെയ്യുന്നുണ്ട് ഭഗവാൻ. സൃഷ്ടിയും നടത്തുന്നു അല്ലെ? ശ്രീനാരായണ ഗുരുദേവന്റെ ദൈവദശകത്തിലുണ്ട്, നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും. നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും ഗുരു പറയുന്നുണ്ട്. അത് തന്നെ ഇവിടെ. അതായത് സൃഷ്ടിച്ചതും പരമാത്മാവ്, പുരുഷനാകുന്നു, പരമാത്മാവാകുന്നു ശകല്യ. സ്ഥിതി ചെയ്യുന്നതും പിന്നെ ലയം ചെയ്യുന്നു. പക്ഷെ ഭഗവാൻ ആരാണ്? ഉത്ക്രമാത്. ഉത്ക്രമാത് എന്ന് വെച്ചാ അൺടച്ചബിൾ എന്നാണ്. ഇതുമായിട്ടൊരു ബന്ധവും ഇല്ല. ഇതൊക്കെ ചെയ്യുന്നു, ഇതൊക്കെ ഭഗവാന്റെ മായ, ഭഗവാന്റെ ലീല, പരമാത്മാവ് ഇതൊക്കെ ചെയ്യുന്നു. പക്ഷെ ഇതുമായിട്ട് ഡിറ്റാച്ച്ഡ് എന്നുള്ള അർത്ഥമാണ് ഇവിടെ ഉത്ക്രമാത്. ഇതുമായിട്ട് ഒരു ഓർക്കത്തിൽ പോലും ഒരു ബന്ധവും ഇല്ല. ഉത്ക്രമാത് അല്ലെ? ഉത്ക്രമണം എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണ് പറയുക? അതിക്രമിക്കുക എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അതിന്റെ അർത്ഥം ഇതുമായിട്ട് ഒരു ബന്ധവും ഇല്ലെന്ന്. അതായത് ഞാനാണ് സൃഷ്ടിച്ചത്, ഞാൻ സൃഷ്ടികർത്താവ് എന്നുള്ള ഭാവവും ഇല്ല അല്ലെ? ഞാനാണ് എല്ലാറ്റിനെയും പരിപാലിക്കുന്നത്, ആ ഭാവവും ഇല്ല. ലയിപ്പിക്കുന്നത് എന്നിലേക്കാണ് എല്ലാരും ലയിക്കുന്നത് എന്നുള്ള ഭാവവും ഭഗവാനില്ല. എന്നുവെച്ചാൽ ലീലയാടുകയാണ്. ലീലയില് കുറച്ചു നേരം ഭഗവാനും ആ നാടകത്തിൽ പങ്കെടുക്കുന്നു. പക്ഷെ ഇതുമായിട്ട് ഒരു ബന്ധമില്ല. നമ്മള് ഇവിടെ ഉദാഹരണങ്ങൾ അനേകമുണ്ട് അല്ലെ? എല്ലാ അവതാരങ്ങളും എടുത്താലും നമുക്ക് ആ അവതാരങ്ങളിലൊക്കെ എന്തൊക്കെ സുഖദുഃഖാദികളിലൂടെ, കൂടുതലും ദുഃഖം തന്നെയായിരുന്നു, അതിലൂടെ കടന്നുപോയി. പക്ഷെ അതിനോടൊന്നും ഒരു ജീവികളോട്, ഒരു ജീവാത്മാവിനോടും ഭഗവാന്, അത് പുത്രനായിക്കോട്ടെ, പൗത്രന്മാരായിക്കോട്ടെ, പ്രത്യുപ്തനായിക്കോട്ടെ, സാമ്പനായിക്കോട്ടെ, അർജുനനായിക്കോട്ടെ, സീതാമാതാവായിക്കോട്ടെ, ആരോടും ഭഗവാൻ അവരോടൊക്കെ തന്നെ അൺടച്ചബിൾ ആയിട്ടാണ് നിന്നത്. അതാണ് ഉത്ക്രമാത് എന്നുള്ള വാക്കിന്റെ അർത്ഥം. ഭഗവാൻ ഇതിനോടൊന്നും യഥാർത്ഥത്തിൽ ഒരു ബന്ധവും പുലർത്തുന്നില്ല. അതാണ് പുരുഷൻ, അതാണ് പരമാത്മ എന്ന് ഇവിടെ പറയും. പക്ഷെ സൃഷ്ടിച്ചതും അവൻ തന്നെ, പാലിക്കുന്നതും അവൻ തന്നെ, നശിപ്പിക്കുന്നതും അവൻ തന്നെ. പക്ഷെ ഈ സൃഷ്ടിസ്ഥിതി സംഹാരം എന്ന 3 ഭാവത്തിനോടും ബന്ധം പുലർത്താത്തവനാണ്. അതാണ് ഉത്ക്രമാത്. ബന്ധം പുലർത്താത്തവനാണ് പരമാത്മ, യഥാർത്ഥ പുരുഷൻ. അല്ലയോ ശാകല്യ? ഇത് ഞാൻ പറയുന്നതല്ല, യാജ്ഞവൽക്യ മഹർഷി പറയുകയാണ്. തം ത്വാ ഔപനിഷദം പുരുഷം പൃച്ഛാമി. ഇത് എവിടെ പറഞ്ഞിട്ടുണ്ട്? ഈ പുരുഷനെ കുറിച്ച്. എവിടെ പുരുഷൻ എന്ന് വെച്ചാൽ പരമാത്മാ അല്ലെ? പുരി ശയനാത് പുരുഷ എന്നുള്ള എട്ടിമോളജി, ആ പരിഭാഷ വേണം ഇവിടെ ഉപയോഗിക്കാൻ. പുരി ശയനാത്, എല്ലാ പുരികളും, പുരി എന്ന് വെച്ചാൽ ശരീരം, എല്ലാ ശരീരങ്ങളിലും വസിക്കുന്നവൻ അല്ലെ? നമ്മൾ പലയിടത്തും പഠിച്ചതാണത്. പുരി ശയനാദിതി പുരുഷൻ എന്ന് വെച്ചാൽ, പുരി എന്ന് വെച്ചാൽ ശരീരം, എല്ലാ ശരീരത്തിലും കുടികൊള്ളുന്ന ആ പുരുഷൻ. ഇതൊന്നുമായിട്ടും, ഈ നാടകങ്ങളൊന്നുമായിട്ട് ഒരു ബന്ധവുമില്ല. ആ പുരുഷനെ എവിടെയാ പറയുന്നത്? തം ത്വാ ഔപനിഷദം, ഔപനിഷത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് തം ത്വാ പൃച്ഛാമി, ഞാൻ നിന്നോട് ചോദിക്കുന്നു ശാകല്യ എന്ന്. അപ്പൊ ഇവിടെ നമുക്കറിയാത്ത വാക്കുകൾ ഉണ്ടോ? ഔപനിഷദം, ഉപനിഷത്ത് വേദ്യം, എഴുതിക്കോളൂ. ഉപനിഷത്ത് വേദ്യം അഥവാ പ്രതിപാദ്യം. ഉപനിഷത്ത് വേദ്യം അഥവാ പ്രതിപാദ്യം
ഉപനിഷത് വേദ്യം അഥവാ പ്രതിപാദ്യം ഔപനിഷദം ഇത്യർത്ഥഃ. ഔപനിഷദം ഇത്യർത്ഥഃ എന്നുവെച്ചാൽ എന്തായിരിക്കും? ഉപനിഷത് വേദ്യം. വേദ്യം എന്നുള്ള വാക്കിന്റെ അർത്ഥമാണ് പ്രതിപാദ്യം. ഉപനിഷത്തിലാണ് ഇതിനെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത്, പറഞ്ഞിരിക്കുന്നത്. ഏതിനെ കുറിച്ച്? പുരുഷനെ കുറിച്ച്, പരമാത്മാവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഞാൻ പറയുന്നതല്ല, ഇത് എഴുതിക്കോളും, നമുക്ക് പഠിക്കണം, ഇത് ആവശ്യം വരും. റെഫറൻസ് ബ്രഹ്മസൂത്രം സൂത്രം 3 ശാസ്ത്രയോനിത്വാത് എന്നുള്ള സൂത്രത്തില് ഇത് ഭഗവാൻ വേദവ്യാസ മഹർഷി പറയുന്നുണ്ട് അല്ലെ? വേദവ്യാസ മഹർഷിയുടെ അല്ലേ ബ്രഹ്മസൂത്രം? അവിടെ പറയുന്നുണ്ട് 3-ാമത്തെ സൂത്രം ശാസ്ത്രയോനിത്വാത്. റെഫറൻസ് ബ്രഹ്മസൂത്രം ശാസ്ത്രയോനിത്വാത്. അവിടെ ഈ പുരുഷനെ കുറിച്ച്, അതായത് അൺടച്ചബിൾ ആയിരിക്കുന്ന, ഒന്നിനോടും ഒരു ബന്ധവുമില്ലാതിരിക്കുന്നവൻ, പരമാത്മാവിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇവിടെ ഔപനിഷദം, എന്റെ വാക്കുകളല്ല. അതായത് യാജ്ഞവൽക്യ മഹർഷിയുടെ ഇതാണ് സമ്പ്രദായ വിത്ത് എന്ന് പറയുന്നത് അല്ലേ? യാജ്ഞവൽക്യ മഹർഷിയുടെ ശ്രദ്ധ നോക്കൂ. ഇത്രയൊക്കെ ശാഖല്യൻ യാജ്ഞവൽക്യ മഹർഷിയോട് എതിർത്തിട്ടും മഹാത്മാവിന്റെ ലക്ഷണമാണ് ഇവിടെ. യാജ്ഞവൽക്യ മഹർഷി എന്താ ചെയ്യുന്നത്? ഇദ്ദേഹം ഈ ഉത്തരങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു. ശാഖല്യൻ ചോദിച്ച സർവ ചോദ്യത്തിനുമുള്ള മറുപടി പറഞ്ഞിട്ട് അവസാനം പറയുകയാണ്, ഇതൊന്നും എന്റെ വാക്കുകളല്ല, ഇതൊക്കെ ഉപനിഷത്തിൽ പറഞ്ഞിട്ടുണ്ട്. ശാസ്ത്രം പറയുന്നത് ഞാൻ ചർവിത ചൂർണം, അവര് ചവച്ചു ചുപ്പിയത് ഞാൻ നിനക്ക് പറഞ്ഞു തരുന്നു എന്ന്. ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട് മറ്റൊരു സ്ഥലത്തും. എഴുതിക്കോളൂ. കേനോപനിഷത്ത് 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 ദ്വിതീയ ഖണ്ഡം. ഞാൻ മന്ത്ര ഇങ്ങനെ തപ്പുവാണ്. മന്ത്ര നമ്പര് ന വിക്മഹ ന വിജാനീമഹ അന്യദേവതത് വിദിതാത് അധോ അവിദിതാദതി. ആ മന്ത്രം നമ്പര് കിട്ടുവാണ്. നിങ്ങൾ പറയൂ. എനിക്ക് കിട്ടുന്നില്ല, പെട്ടെന്ന് നോക്കുമ്പോൾ കിട്ടൂല. മന്ത്രം ഇതാണ്. കേനോപനിഷത്താണ്. ഇത്രയും ഓർക്കുക. മന്ത്രത്തിന്റെ അർത്ഥം ഞാൻ പറയാം. നമ്പര് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. ന വിക്മഹ ന വിജാനീമഹ. ഇതൊന്നും ഞാൻ പറയുന്നതല്ല, കേനോപനിഷത്ത് പറയുകയാണ്. അന്യദേവതത് വിദിതാത് അധോ അവിദിതാത്. അതായത് എന്റെ പൂർവികർ എന്താണോ എനിക്ക് പഠിപ്പിച്ചു തന്നത്, അവരുടെ സ്വാനുഭവത്തിൽ നിന്നും എന്താണോ പരമാത്മാവിനെ കുറിച്ചുള്ള ജ്ഞാനം അവർക്ക് ലഭ്യമായത്, ആ ജ്ഞാനത്തിൽ അവർ ആനന്ദിച്ചത്, അതെന്റെ ഗുരു പരമ്പര എനിക്ക് പറഞ്ഞു തന്നു. ആ അറിവ് മന്ത്രം 3 അല്ലേ? പ്രഥമ കണ്ടോ? കൺഫ്യൂഷൻ ആയല്ല. ആ 3 3 എന്റെ പുസ്തകത്തിൽ 3 കേട്ടോ. നിങ്ങൾ നോക്കുക. 1 പോയിന്റ് ഞാൻ പറഞ്ഞത് 2 കണ്ടോന്ന് ക്ഷമിക്കുക. ഈ നമ്പർ പെട്ടെന്ന് ഓർമ്മ കിട്ടില്ല. പക്ഷെ മന്ത്രം ഇത് തന്നെ ശരിയാണ്. 1.3 കേനോപനിഷത്ത് സാമവേദം അല്ലേ? എന്നാ വിക്മഹ. ഇത് കാണാണ്ട് പഠിക്കാൻ പറ്റുക. നമ്മൾ അന്നേ പറഞ്ഞ കേനോപനിഷത്ത് പഠിച്ചപ്പോഴേ കാണാണ്ട് പഠിക്കാൻ പറ്റിയ പഠിക്കണം. ന വിക്മഹ ന വിജാനീമഹ യഥേതദനുശിഷ്യ അന്യദേവതത് വിദിത അധോ അവിദിതാദിതി. ഇതാണ് കേനോപനിഷത്തിന്റെ മഹാവാക്യം. അന്യദേവതത് വിദിത അധോ അവിദിതാദി. അല്ലെ? ഒന്നുകൂടെ പറയാ, ഒരുമിച്ച് അപ്പൊ എല്ലാരും പഠിക്കും. അന്യദേവതത് വിദിത അധോ അവിദിതാദി.
ഇത്രയെങ്കിലും പഠിക്കണം എല്ലാവരും. അതാണ് കേനോപനിഷത്തും മഹാവാക്യം അല്ലേ. കാരണം ഇതൊന്നും എനിക്കറിയില്ല. നമുക്ക് മടങ്ങി വരാം. യാജ്ഞവൽക്യ മഹർഷി എന്താണോ പറഞ്ഞത് ശാഖല്യനോട്, ശാഖല്യ ഇതൊന്നും എൻ്റെ വാക്കുകളല്ല, എന്താണോ ഔപനിഷദമായി എനിക്ക് കിട്ടിയത്. അപ്പൊ ഇവിടെ ആരെയൊക്കെയാ യാജ്ഞവൽക്യ മഹർഷി സ്തുതിക്കുന്നത്? വാജസ്സനെ, യാജ്ഞവൽക്യ മഹർഷിയുടെ ഗുരു, സൂര്യദേവനിൽ നിന്നും കിട്ടിയതല്ലേ അല്ലെ? ഓർമ്മയുണ്ടോ? നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പഠിച്ചത് അല്ലേ? വാജസ്സനി. അതുകൊണ്ട് വാജസ്സനി സംഹിത എന്ന് ശുക്ലയജുർവേദത്തിന് മറ്റൊരു പേരുണ്ട് അല്ലേ? ഗുരുവിനോടുള്ള ആദരണാർത്ഥം യാജ്ഞവൽക്യ മഹർഷി കൊടുത്ത പേരാണ്. അപ്പൊ ഔപനിഷദം എന്റെ ഗുരുവിൽ നിന്നും എനിക്ക് കിട്ടിയതാണ്. പിന്നെ ആരാണ്? ശിഷ്യനെ ഉപേക്ഷിച്ചു പോയ വൈശമ്പായന മഹർഷി അല്ലേ? ആ ഗുരുവിനെയും യാജ്ഞവൽക്യ മഹർഷി ഇവിടെ നമസ്കരിക്കുകയാണ്. ഔപനിഷദം എന്നുള്ള വളരെ നിഷ്കളങ്കമായ ചെറിയൊരു വാക്കില്. ഇത് എന്റെ സ്വന്തമായിട്ട് ഞാൻ എന്റെ ഫാക്ടറിയിൽ മാനുഫാക്ചർ ചെയ്ത് എടുത്തൊന്നും അല്ല ശാഖല്യ. എനിക്ക് എന്തൊക്കെ ഉത്തരം ഇവിടെ നിന്നോടായിക്കോട്ടെ, തൊട്ട് മുമ്പ് വന്ന ഗാർഗി, ഉഷസ്തൻ, കഹോലൻ, അശ്വലൻ, ആർത്തഭാഗൻ ആരൊക്കെ വന്നു അവരോടൊക്കെ ഞാൻ എന്തെല്ലാം ഉത്തരം പറഞ്ഞിട്ടുണ്ടോ ആ ഉത്തരത്തിന്റെയൊക്കെ സോഴ്സ്, സ്രോതസ് എവിടെ നിന്ന് എനിക്ക് കിട്ടിയ ആ ഉത്തരം പറയാൻ പറ്റി? ഔപനിഷദം അല്ലേ? എന്റെ ഗുരു പരമ്പരയിൽ നിന്ന് എനിക്ക് കിട്ടിയതാണ്. അവരുടെ ജ്ഞാനം എന്നിലൂടെ ഈ വിദ്വസഭയിലെത്തി. ഞാനത് എല്ലാവരുമായി ഷെയർ ചെയ്യുന്നു. ശാഖല്യ എന്ന് പറയുന്നു. പക്ഷെ ആ കോൺഫിഡൻസ് നോക്കൂ യാജ്ഞവൽക്യ മഹർഷിയുടെ. അതാണ് നമ്മള് സമ്പ്രദായ വിത്തായാൽ ആ സമ്പ്രദായത്തിലൂടെ പഠിച്ചു വന്നാല് നമുക്ക് ഒരിക്കലും തളരില്ല. കാരണം ഞാൻ പറയുന്ന വാക്ക് എനിക്ക് ശ്രുതിയാണ് പ്രമാണം അല്ലെ? ആ ശ്രുതിയുടെ പിൻബലത്തില്, ഗുരു പരമ്പരയുടെ പിൻബലത്തിലാണ് ഞാൻ ഇത്രയും നേരം തർക്കിച്ചു നിന്നത്, അല്ലെങ്കിൽ മറുപടി പറഞ്ഞു നിന്നത്. ഞാൻ നിന്നോട് ചോദിക്കുന്നു യാജ്ഞവൽക്യ മഹർഷി തം ത്വാ പൃച്ഛാമി അല്ലേ? ഇത് നമ്മൾ പറഞ്ഞില്ലേ ബ്രഹ്മസൂത്രത്തിൽ പഠിക്കുമെന്ന്, ശാസ്ത്രയോനിത്വാദെന്ന് പറഞ്ഞ ഒരു സൂത്രം പഠിക്കും. അവിടെ ഇതാണ് പറയുന്നത്. ആദ്യത്തെ സൂത്രം ജന്മാദ്യസ്യതഃ അല്ലെ? അതാതോ ബ്രഹ്മജിജ്ഞാസ ആദ്യത്തെ സൂത്രം. രണ്ടാമത്തെ സൂത്രം ജന്മാദ്യസ്യതഃ. സൃഷ്ടി അങ്ങനെ ജന്മാദ്യസ്യതോന്നയാദിതരതശാർദേശ വിജ്ഞ, അത് മുഴുവനാണ് രണ്ടാമത്തെ സൂത്രം. എന്നിട്ട് സൃഷ്ടി സ്ഥിതി ലയം എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് അവസാനം വ്യാസഭഗവാൻ പറയുകയാണ്. വ്യാസഭഗവാൻ പറയാണ് ശാസ്ത്രയോനിക്ക്, ഇത് എന്റെ വാക്കൊന്നും അല്ല, എങ്ങനെയാണ് സൃഷ്ടി നടന്നതെന്നും എങ്ങനെയാണ് അതിനെ ഭഗവാൻ പരിപാലിക്കുന്നതെന്നും ഇതെല്ലാം പറഞ്ഞിട്ട്, ഇതൊന്നും എന്റെ സ്റ്റേറ്റ്മെന്റ് അല്ല, ശാസ്ത്രയോനിത്വ, അത് ശാസ്ത്രം ആണ് അതിന്റെ യോനി എന്ന് വെച്ചാൽ ശാസ്ത്രത്തിൽ നിന്നും എനിക്ക് എന്ത് കിട്ടിയോ അല്ലെ? വേദവ്യാസ മഹർഷിയുടെ ഗുരു പരമ്പരയിൽ നിന്നും എനിക്ക് നാരായണൻ മുതൽ പത്മഭവൻ മുതൽ ഇങ്ങനെ എനിക്ക് എന്ത് കിട്ടിയോ അതാണ് ഞാൻ ഇവിടെ പറയുന്നതെന്നും പറഞ്ഞാണ് ബ്രഹ്മസൂത്രം എഴുതുന്നത്. അതാണ് ആ മഹാത്മാക്കൾ എല്ലാവരും എന്റെ സ്വന്തമായ ഒന്നുമില്ല എന്ന് പറയുന്നത് അല്ലെ? അതാണ് ഭഗവത്ഗീതയിലും പറയുന്നത്. 4-ാം അധ്യായത്തിൽ പറയുന്നില്ലേ? എല്ലാ ഗുരുക്കന്മാരെയും അവിടെ പറയുന്നില്ലേ? 4-ാം അധ്യായം തുടങ്ങുന്നത് ഭഗവത്ഗീത ഇമം വിവസ്വധേ യോഗം പ്രോക്തവാൻ അഹമവ്യയം വിവസ്വാൻ മനവേ പ്രാവ. എന്തിനാണ് ഭഗവാൻ പറഞ്ഞാൽ മതിയായിരുന്നു അഹം വേദ അല്ലേ? അല്ലെങ്കിൽ ഞാനാണ് ഇതെല്ലാം ചെയ്തത് ഒന്നും പറയുന്നില്ല. ഭഗവാൻ എന്താ 4-ാം അധ്യായത്തിൽ പറയാം? ഇമം വിവസ്വധേ യോഗം. ഈ യോഗം, അതായത് എല്ലാ അധ്യായത്തിന്റെയും പേരെങ്ങനെ? അക്ഷരബ്രഹ്മയോഗം അല്ലെ? കർമ്മയോഗം, ഭക്തിയോഗം, എല്ലാം യോഗമല്ലേ? ആ യോഗശാസ്ത്രം മുഴുവൻ 18 അധ്യായവും എന്റെ സ്വന്തമായിട്ടല്ല, പരമ്പരയായി വരുന്നു. വിവസ്വാൻ മനവേ പ്രാഹ മനുഷ്യാകു. എന്തിനാ ഇവരുടെ എല്ലാം പേര് പറഞ്ഞത്? അതാണ് സമ്പ്രദായം. ഭഗവാൻ കുരുക്ഷേത്രത്തിൽ നിന്ന് അർജുനനോട് സമ്പ്രദായം പഠിപ്പിച്ചു കൊടുക്കണമെങ്കിലോ അല്ലെ? അത് തന്നെ ത്രേതായുഗത്തിൽ യാജ്ഞവൽക്യ മഹർഷി കാണിച്ചത്.
അത് തന്നെ കേനോപനിഷത്തിലും കാണും. അത് തന്നെ ദ്വാപരയുഗത്തില് ഭഗവാൻ അർജുനനോടും കാണിക്കുന്നു. അത് തന്നെ നമ്മളും കലിയുഗത്തിൽ തുടര വേണം. ഒരു സൂത്രമുണ്ട്, അസമ്പ്രദായവിത്ത് മൂർഖവത്ത് ഉപേക്ഷണീയ, സമ്പ്രദായവിത്ത് സർവദാ പൂജിതവന്തഃ എന്നൊരു സൂത്രമുണ്ട്. അതായത് അസമ്പ്രദായം വഴി വരുന്നത്, അതായത് ആ പരമ്പരയായിട്ട് പഠിക്കാണ്ട് അല്ലാണ്ട് ചെയ്യുന്നില്ലേ, അസമ്പ്രദായത്തെ മൂർഖവത്ത് ഉപേക്ഷണീയം. ഭഗവത്പാദര് തന്റെ ഭാഷ്യത്തിൽ പറയുന്നതാണ് മൂർഖവത്ത്. മൂർഖം എന്ന് വെച്ചാൽ വിഡ്ഢി. അവര് വിഡ്ഢികളായി കണ്ട് അവരെ നമ്മള് ഓം നമോ നാരായണ, എനിക്ക് നിങ്ങളുടെ ശിഷ്യരാകാൻ താല്പര്യമില്ല, സമ്പ്രദായവിത്ത് സർവദാ പൂജിതവന്തഃ, അവർ സമ്പ്രദായത്തിലൂടെയാണ്. നമ്മൾ ഗുരുവിനെ തെരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, അവര് പരമ്പര വഴിയാണോ വന്നിരിക്കുന്നത്. എന്തിനാണ് രാമകൃഷ്ണദേവൻ തോത്താപുരിയെ ഗുരുവായി എടുത്തത്? ഒരാവശ്യവും ഇല്ല അല്ലേ. ഭഗവാൻ രാമകൃഷ്ണനാണ്. ഭഗവാൻ രാമകൃഷ്ണൻ തോത്താപുരി മഹാരാജ് ഒരു ദിവസം വരിക, ഉപദേശിക്കുക. ഒന്നും സ്കൂളിൽ പോയിട്ടില്ല രാമകൃഷ്ണദേവൻ. എഴുതാൻ അറിയില്ല, വായിക്കാൻ അറിയില്ല, ഒന്നും അറിയില്ല. ആ എഴുത്തും വായന അറിയാത്ത വിദ്യാർത്ഥിക്ക് തോത്താപുരി വന്നിട്ട് ഒരു നിമിഷം കൊണ്ട് ബ്രഹ്മവിദ്യ ഉപദേശിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. പക്ഷേ രാമകൃഷ്ണദേവൻ എപ്പോഴും പറയും, എൻ്റെ ഗുരു കാളിമാതാവും തോത്താപുരി മഹാരാജുവാണ്. കാളിമാതാവ് എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷെ അതോടൊപ്പം എന്തിന് തോത്താപുരിയുടെ പേര് പറഞ്ഞു രാമകൃഷ്ണദേവൻ? സമ്പ്രദായം വേണം. അത് ഞാൻ ചെയ്തില്ലെങ്കിൽ വിവേകാനന്ദൻ ചെയ്യില്ല, സ്വാമി ബ്രഹ്മാനന്ദ ചെയ്യില്ല, അല്ലെ പിന്നെയുള്ള ഒരു ശിഷ്യന്മാരും ചെയ്യില്ല എന്ന് രാമകൃഷ്ണദേവൻ അറിയായിരുന്നു. അതുകൊണ്ട് അവർക്ക് കാണിച്ചു കൊടുക്കാനായിട്ട് ഒരു ഗുരു വന്നു. ആ ഗുരുവിനെ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു അല്ലേ. അങ്ങനെ എത്ര മഹാത്മാക്കളുടെ ചരിത്രം എടുത്താൽ നമുക്ക് കാണാം. അവര് ആ സമ്പ്രദായത്തിന് അത് ഇവിടെ കാണിച്ചു. എന്തൊക്കെ അന്യായം ചെയ്തു വൈശമ്പായന മഹർഷി യാജ്ഞവൽക്യ മഹർഷിയോട് അല്ലേ. വേറെ ആരും അങ്ങനെ ചെയ്യില്ല, അത്രയും അന്യായം ചെയ്തു. പക്ഷെ യാജ്ഞവൽക്യ മഹർഷി ഇവിടെ ഔപനിഷദം എന്നുള്ള വാക്കില് വൈശമ്പായന മഹർഷിയെ ഉൾപ്പെടുത്തി. എനിക്ക് സ്വന്തമായിട്ട് കിട്ടിയതല്ല ഇത്, എനിക്ക് ഗുരു പരമ്പര വഴി കിട്ടിയതാണ്. ഇവിടെ വാചസ്പതിനെ ഓർത്തു, എല്ലാവരെയും ഇവിടെ സ്മരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആ വാക്ക് നമ്മൾ സ്മരിക്കണം. നമുക്ക് എന്തെല്ലാം അറിവ് കിട്ടിയോ അതെല്ലാം പരമ്പരയായി ലഭിക്കുന്നു. അപ്പൊ അതിനോടുള്ള കൃതാർത്ഥത ഉണ്ടെങ്കിൽ നമ്മൾ എത്ര മനപ്പാഠം പഠിച്ചാലും അല്ലെങ്കിൽ എത്ര പണ്ഡിതനായാലും എന്ത് കിട്ടും? ഭുക്തയെ നതു മുക്തയെ അല്ലെ. മുക്തിക്ക് ആ പാണ്ഡിത്യം നമുക്ക് പെടുകയില്ല എന്ത് ചെയ്തില്ലെങ്കിൽ ആ പരമ്പരയെ നമ്മൾ സ്മരിച്ച്. ഇത് നമ്മൾ മറ്റെടുത്ത് പഠിച്ചിട്ടുണ്ട്. ചാന്തോക്യ ഉപനിഷത്ത് 6-ാം അധ്യായം ഖണ്ഡം 16 തൊട്ട് അങ്ങോട്ട് നിങ്ങൾ നോക്കണം. ആചാര്യവാൻ പുരുഷോ വേദ. ഗാന്ധാരത്തിന്റെ ഉദാഹരണം പഠിച്ചില്ലേ? ദിശം പതിത്വ അന്യത്ര ആയതനം ആലത്വ. കണ്ണ് കെട്ടി ഒരാളെ കാട്ടിക്കൊണ്ട് വിട്ടിട്ട് അയാൾക്ക് ഒന്നും കിട്ടാണ്ട് അല്ലെ, എങ്ങോട്ട് പോണോന്നറിയാതെ. അപ്പൊ ഒരു ഗുരുനാഥൻ വന്ന് അദ്ദേഹത്തിന് വഴി പറഞ്ഞു കൊടുത്തു. അപ്പൊ എന്നിട്ട് അവസാനം അതിൽ പറയുന്നുണ്ട് ഉദ്ദാലക മഹർഷി ശ്വേതകേതുവിനോട് അല്ലെ, ഗുരു പരമ്പര, ആ വഴി കാട്ടാൻ ഗുരു പരമ്പരയുണ്ടെങ്കിലേ ഈ കാട്ടിൽ നിന്നും അല്ലെ ഘോര വനത്തിൽ നിന്നും, അതായത് പുനർജന്മമില്ലാത്ത മോക്ഷത്തിലേക്ക് ഒരാൾ പോകുമെന്ന് പറഞ്ഞ് സാമവേദം ചാന്തോക്യ ഉപനിഷത്ത് 6-ാം അധ്യായം, അവിടെയും ഔപനിഷദം. അപ്പം പുരുഷനെ കുറിച്ച് ഞാൻ പഠിച്ചത് നിന്നോട് പറയുന്നു. ഞാൻ നിന്നോട് ചോദിക്കുകയാണ്, തംത്വാ പൃച്ഛാമി, ഞാൻ നിന്നോട് ചോദിക്കുന്നു ശാഖല്യ. ശാഖല്യന് ഒരു സമ്പ്രദായം ഒന്നും പറയാനില്ല, അതുകൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുകയാണ്.
എന്നിട്ട് യാജ്ഞവൽക്യ മഹർഷി അടുത്തത് പറയുന്നു, തം ചേദ്മേ ന വിവക്ഷസി മൂർധാദേ വിപദിക്ഷതി. ആ പുരുഷനെ കുറിച്ച് നീ പറഞ്ഞില്ല എങ്കിൽ, തം ചേത് മേ എന്നോട്, ന വിവക്ഷസി തം ചേത് മേ ന വിവക്ഷസി, അല്ലയോ ശാഖല്യ, ഞാൻ നിന്നോട് ചോദിക്കുന്നു, നിനക്കറിയാവോ പരമാത്മാവിനെ കുറിച്ച്? സൃഷ്ടിച്ച സ്ഥിതി ലയ കാരണം, പക്ഷെ സൃഷ്ടിയോടും ബന്ധമില്ല, സ്ഥിതിയോടും ലയത്തിനോടും ഒന്നും ബന്ധമില്ലാത്ത നിൽക്കുന്ന ആ അസംഗ സ്വരൂപനെ നിനക്കറിയാവോ? നാ വിവക്ഷസി, നിനക്കറിഞ്ഞിട്ടില്ല എങ്കിൽ, മൂർധാതെ, ഇവിടെ നാ കഴിഞ്ഞ് വ്യക്തേന എന്നുള്ള വാക്ക് അധ്യാഹാരം ചെയ്യണേ, എഴുതിക്കോളൂ, വന്നിട്ട് ഞാൻ പറയാം. നാ വ്യക്തേന വിവക്ഷസി, വ്യക്തമായിട്ട് പറഞ്ഞില്ല എങ്കിൽ. ഈ ഒരു വേഗ് നോളേജ് പാടില്ല, അബ്സല്യൂട്ട് നോളേജ് വേണം. നിനക്കത് വ്യക്തമായിട്ട് കൃത്യമായിട്ട് അറിഞ്ഞിട്ടില്ല എങ്കിൽ, അല്ലെ, നമ്മൾ അവിടെ ഇവിടെയും കേട്ടിട്ട് കാര്യമില്ല, നിനക്കത് അനുഭവത്തിൽ വന്ന് നിനക്ക് അറിഞ്ഞിട്ടില്ല എങ്കിൽ, ന വിവക്ഷസി, നീ എന്നോട് പറഞ്ഞിട്ടില്ല എങ്കിൽ, മേ ന വ്യക്തേന വിവക്ഷസി, നീ എന്നോട് വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല എങ്കിൽ, അല്ലയോ ശാഖല്യ, മൂർധാതേ വിപദിക്ഷതി, നിന്റെ ശിരസ് മൂർധ, നിന്റെ തലമണ്ട പൊട്ടി താഴെ വീടും ശാഖല്യ. പക്ഷെ അതുപോലെ തന്നെ സംഭവിക്കുകയാണ് ശാഖല്യൻ. അടുത്തത്, തംഹന മേനെ ശാഖല്യ, അല്ലയോ ശാഖല്യ, എന്നോട് പറഞ്ഞില്ലെങ്കിൽ നിന്റെ ശിരസ് ഇല്ലാണ്ടാകും. മൂർധാതേ വിപദിക്ഷതി, നിന്റെ ശിരസ് ഇല്ലാണ്ടാകും. അങ്ങനെ ശാഖല്യന്റെ ശിരസ് ഇല്ലാണ്ടാവുകയാണ്. അടുത്ത ഭാഗത്തില് ശാഖല്യൻ ഉത്തരം അറിയില്ല, ചോദ്യം ചോദിച്ചു, ഉത്തരം അറിയില്ല. അപ്പം ഉത്തരം അറിയില്ലെങ്കിൽ എന്താണ്? ശിരസ് ഇല്ലാണ്ടാവുമെന്ന് യാജ്ഞവൽക്യ മഹർഷി പറഞ്ഞു. അങ്ങനെ ശാഖല്യന്റെ ശിരസ് ഇല്ലാണ്ടായി പോവുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? അവിടെയുള്ള എല്ലാവരും കൂടെ വലിയ ഭയപ്പെട്ടു പോയി എല്ലാവരും. ശാഖല്യ നമ്മുടെ ശിശുപാലന്റെ ശിരസ് ഇല്ലാണ്ടായി പോയില്ലേ, ആ കഥയില്ലേ ഭാഗവത മഹാപുരാണത്തിൽ. ഭഗവാൻ ക്ഷമിച്ച് അവസാനം ശിശുപാലന്റെ ഗർവം കൊണ്ട് ശിരസില്ലാണ്ടായി പോകുന്നു. അതുപോലെ തന്നെ ശാഖല്യന് ഒരു ക്ഷമിച്ച് അവസാനം ശിരസില്ലാണ്ടായി പോവുകയാണ്. അപ്പം എന്ത് ചെയ്യുന്നു? പിന്നെ അത് ജഡമായില്ല ശരീരം ശാഖല്യന്റെ. അവിടെ ആ നിലം പതിച്ചു യുദ്ധസഭയിൽ എല്ലാവരും സ്തബ്ധരായി ഭയപ്പെട്ട് നിന്നു. അപ്പൊ യാജ്ഞവൽക്യ മഹർഷി ആര്? മഹാസിദ്ധൻ, മഹായോഗി എന്ന് എല്ലാവർക്കും മനസ്സിലായി. ഗാർഗി വാണിംഗ് കൊടുത്തതാ. ഗാർഗിക്ക് ആദ്യം മനസ്സിലായി, പക്ഷെ എല്ലാവർക്കും മനസ്സിലായില്ല. പക്ഷെ ഈ ശിരസ് അങ്ങോട്ട് പോയപ്പോ എല്ലാവർക്കും മനസ്സിലായി, നമ്മൾ ഉദ്ദേശിക്കുന്ന ആളല്ല യാജ്ഞവൽക്യ മഹർഷി, അദ്ദേഹം മഹാത്മാവാണ് എന്ന് മനസ്സിലായി. അപ്പൊ ഇതെന്ത് ചെയ്യുന്നു? ശാകല്യന്റെ അസ്ഥി എല്ലാം കൂടെ കൊണ്ടുപോവുകയാണ്. എല്ലാവരും അദ്ദേഹത്തിന് അന്ത്യേഷ്ടി ചെയ്യണ്ടേ, ആ അന്ത്യക്രിയകൾ അതുപോലും സംഭവിച്ചില്ല. എന്ത് ചെയ്തു? നാളെ പഠിക്കാം, ഞാനൊന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. പരിമോഷിണഃ അസ്ഥിയിൽ അഭാജഗൃഹു അന്യത് മന്യമാണ്. കള്ളന്മാര് എന്ത് ചെയ്തു? ഈ അസ്ഥിയെല്ലാം കൂടെ, മരിച്ച ശിരസ് വേറെ ശരീരം വേറെ, അതെല്ലാം എന്ത് ചെയ്തു? അന്ത്യേഷ്ടിക്കായിട്ട് ഗംഗാ നദിയുടെ തീരത്ത് കൊണ്ടുപോവുകയാണ്. അവിടുന്ന് മോഷ്ടാക്കള് വിചാരിച്ചു ജനക മഹാരാജാവിന്റെ വിദ്വസഭയിൽ നിന്നല്ലേ ഈ ഇത് കെട്ടിക്കൊണ്ടുവരുന്നു. അപ്പൊ ഈ മോഷ്ടാക്കള് വിചാരിച്ച് ഇത് സ്വർണ്ണ നാണയങ്ങളും പണവുമാകാം. ജനക മഹാരാജാവിന്റെ സഭയിൽ നിന്നും വരുന്നവർ അതല്ലേ കൊണ്ടുവരുള്ളൂ. വിദ്വസഭ കഴിഞ്ഞ് ലോകം മുഴുവൻ അറിയൂ വിദ്വസഭ നടക്കുകയാണ്. അപ്പൊ ഇത് സ്വർണ്ണ നാണയങ്ങളാണെന്ന് വിചാരിച്ച് മോഷ്ടാക്കള് ഈ അസ്ഥി മോഷ്ടിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പം അന്ത്യേഷ്ടി പോലും അല്ലെ, ഏറ്റവും ഒരു ജീവന് എത്ര പാപം ചെയ്തെങ്കിലും അതിനുള്ള ഒരു പരിഹാരമാണ് അന്ത്യേഷ്ടി ചെയ്യുക. ആ പാപത്തിന് ഒരു അല്പമെങ്കിലും ശമനം കിട്ടും. അതുപോലും ഇല്ലാണ്ടായി ശാഖല്യൻ. അതാണ് ബ്രഹ്മഹത്യാ പാപത്തിന്റെ ഒരു വലിയ പ്രത്യേകത. അത് നമ്മള് ശ്രദ്ധ പഠിച്ചപ്പം പറഞ്ഞില്ല, അത് തന്നെ. അങ്ങനെ ഇത് മസ്തികള് മോഷ്ടാക്കൾ അപഹരിച്ചുകൊണ്ട് പോകുന്നെന്നും പറഞ്ഞ് തീരുകയാണ് ഇവിടെ.
നിങ്ങൾ എഴുതി വെച്ചോളൂ. ഈ കഥ മുഴുവനായിട്ട് ഇവിടെ ഇല്ല. ഞാനിപ്പോ പറഞ്ഞ കഥയൊന്നും ഈ മന്ത്രത്തിലും പൂർണ്ണമായിട്ടില്ല. വളരെ കുറച്ചേ ഉള്ളൂ. പക്ഷെ ഇത് ബ്രഹ്മാണ്ഡ പുരാണത്തിലുണ്ട്. അവിടെ നിന്നാണ് ഈ കഥ പറഞ്ഞത്. ഇപ്പോഴും ബ്രഹ്മാണ്ഡ പുരാണം ഇവിടെ ഈ കഥ പറയുന്നുണ്ട്. ഇത് വരാൻ കാരണം ശാകല്യനുണ്ടായ ശാപമാണ്. മഹാത്മാക്കളെ പരീക്ഷിച്ചതിനുള്ള ശാപം അല്ലെ? നമ്മള് പുരാണങ്ങളിലൊക്കെ കണ്ടില്ലേ? പാമ്പിനെ ഇട്ട് ചത്ത പാമ്പൊന്നെടുത്തിട്ടവൻ വെയിലെ കൃഷ്ണരാമ, ആ ശാപമൊക്കെ നമ്മള് കണ്ടില്ലേ? അപ്പൊ അത് അറിഞ്ഞുകൊണ്ട് ശാകല്യം ചെയ്ത തെറ്റാണ്. അതുകൊണ്ട് ബ്രഹ്മഹത്യാപാപം. ആ ബ്രഹ്മഹത്യാപാപത്തിൽ നിന്ന് രക്ഷ നേടാൻ ശാകല്യന് ഇനി അന്ത്യേഷ്ടി പോലും ശ്രാദ്ധം പോലും ചെയ്യാനാകാതെ പ്രേതയോനിയായിട്ട് അലഞ്ഞു നടക്കാൻ പോവുകയാണ് ഇനി ശാകല്യം. നമുക്ക് നാളെ പഠിക്കാം ബാക്കി. ഓം നമോ ബ്രഹ്മാദിഭ്യോ ബ്രഹ്മവിദ്യാ സംവൃതായ കർത്തൃഭ്യോ വംശഋഷിഭ്യോ മഹദ്ഭ്യോ നമോ ഗുരുഭ്യഃ. സർവോ വപ്ലവരഹിതഃ പ്രജ്ഞാനഘനഃ പ്രത്യഗർത്ഥോ ബ്രഹ്മൈവാഹമസ്മി. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവ അവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.